നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒല്ലൂർ MLAയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പാലീക്കര ടോൾ പ്ലാസയിലെ പിരിവ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം നിർത്തി. സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജിയൻ കരുൺ അന്തരിച്ചു. ഭാരത് സ്കൌട്ട് ഗൈഡ് സ്കീം തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ട്രാഫിക് സൈൻ ബോർഡുകൾ ശുചീകരിച്ചു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒല്ലൂർ MLAയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജു ചാണ്ടി അധ്യക്ഷത വഹിച്ചു. വെക്കേഷൻ കാലമായിട്ടും പീച്ചി ഡാമിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ അധികാരത്തിലേറി 9 വർഷം കഴിഞ്ഞിട്ടും സുവോളജിക്കൽ പാർക്ക് പൊതുജനത്തിന് തുറന്നു കൊടുക്കാത്തതിനെതിരെ പ്രഖ്യാപിച്ച ബനാന പാർക്ക് യാഥാർത്ഥ്യമാക്കുക, ഒല്ലൂരിലെ മലയോര പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിൽ ഉടൻ പരിഹാരം കാണുക, മലയോര ഹൈവേ പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേതാക്കൾ പ്രസംഗിച്ച ശേഷം മന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വഴിയിൽ പ്രകടനക്കാരെ തടയാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകർ അടക്കം ചിലർ വീണ് പരിക്കേറ്റു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലമായി നീക്കം ചെയ്തു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് റോയ് കെ ദേവസി, ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്ജു സെബാസ്റ്റ്യൻ, KP എൽദോസ്, TM രാജീവ് എന്നിവർ പങ്കെടുത്തു. പോലെ കഴിഞ്ഞ മഴക്കാല സീസണിൽ കൃത്രിമ പ്രളയം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്ത പ്രളയം ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ പീച്ചി ഡാം തുറന്നു വിട്ടുകൊണ്ട് ഇവിടുത്തെ MLAയും റവന്യൂ മന്ത്രിയായ K രാജനും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടെ കൃത്രിമ പ്രളയം ഉണ്ടാക്കി മുന്നോട്ട് പോയപ്പോൾ ഇതുവരെയായും ഒല്ലൂരിലെ ജനതകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തു തീർക്കാത്ത ഒരു സർക്കാർ, ഒരു MLA, ഒരു റവന്യൂ മന്ത്രി എന്തിനാണ് ഈ നാടിൽ മുന്നോട്ട് പോകണമെന്നാണ് യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്. ഇതുവരെയായിട്ടും കൃത്യമായ നഷ്ടപരിഹാരം കൊടുത്തു തീർക്കാതെ PR വർക്കും പത്രമാധ്യമങ്ങൾക്ക് മാത്രം റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് നഷ്ടപരിഹാരം കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന K രാജനെതിരെയാണ് ഈ സമരം. 5000 രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കിട്ടാത്ത ജനങ്ങൾ പെരുവഴിയിൽ നിന്ന് കാത്തു നിൽക്കുകയാണ്. K രാജിന്റെ വാക്ക് വിശ്വസിച്ച് കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ ഒപ്പം യൂത്ത് കോൺഗ്രസ് എന്നും ഉണ്ടാകുമെന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ഒല്ലൂരിലെ ജനങ്ങളെ വഞ്ചിച്ച് വികസന മുരടിപ്പ് മാത്രം നൽകിയ റവന്യൂ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF നടത്തുന്ന അനിശ്ചിതകാല പ്രക്ഷോഭത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, K രാജൻ കേരള മന്ത്രിസഭയിലെ രണ്ടാമനാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് രാജനുള്ളത്. ആ രാജൻ അഴിമതിയുടെ കാര്യത്തിലും രണ്ടാമനായി മാറി എന്നതാണ് സമീപകാലത്തെ ഒരുപാട് സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.
സമാധാനപരമായിട്ട് ചെയ്യുന്നു. പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തി. ടോൾ പിരിവ് നിർത്തിവെച്ചുള്ള കളക്ടറുടെ ഉത്തരവ് ടോൾ കമ്പനിക്ക് ഔദ്യോഗികമായി കൈമാറി. നെന്മണിക്കര സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ KE സഫീനയുടെ നേതൃത്വത്തിൽ ഉത്തരവ് നടപ്പിലാക്കി. ചാലക്കുടി DVSP PK സുമേഷ്, പുതുക്കാട് SHO V സജീഷ് കുമാർ എന്നിവരും റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പമെത്തി. ഫാസ്ടാഗിലൂടെയുള്ള ടോൾ പിരിവ് പൂർണ്ണമായും പിൻവലിച്ചു എന്നതിൽ വ്യക്തതയില്ല. പാലേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചുള്ള കളക്ടറുടെ ഉത്തരവ് റവന്യൂ അധികൃതർ ഔദ്യോഗികമായി കൈമാറി. നെന്മണിക്കര സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ KE നഫീസയുടെ നേതൃത്വത്തിലാണ് ഉത്തരവ് നടപ്പാക്കിയത്. ചാലക്കുടി DVSP K സുമേഷ്, പുതുക്കാട് SHO V സജീഷ് കുമാർ എന്നിവരും എത്തിയിരുന്നു. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി N കരുൺ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. വഴുതക്കാട് വസതിയിലായിരുന്നു അന്ത്യം. അർബുദബാധിതനായിരുന്നു. പുരോഗമന കലാസാഹിത്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റും KSFDC ചെയർമാനുമായി പ്രവർത്തിച്ചു. മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ പ്രതിഭയെയാണ് നഷ്ടമായത്. പത്മശ്രീ അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഷാജി N കരുണിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ അടയാളപ്പെടുത്തിയ പ്രതിഭയാണ് ഷാജി N കരുൺ. ഛായാഗ്രാഹകനായും സംവിധായകനായും മികച്ച സംഭാവനകൾ നൽകി. ആദ്യമായി സംവിധാനം ചെയ്ത പിറവി എന്ന ചിത്രം അസാമാന്യ മികവുള്ള കലാകാരന്റെ പിറവി കൂടിയായിരുന്നു. പ്രതിഭാധനനായ കലാകാരൻ കാലാതിർത്തിയായ സൃഷ്ടികൾ ഒരുക്കി ലോക സിനിമയിൽ ഒരു ഇരിപ്പിടമുണ്ടാക്കി. വിഖ്യാത സംവിധായകൻ അരവിന്ദിന്റെ മനസ്സറിഞ്ഞ ഛായാഗ്രാഹകനായിരുന്നു. സ്വന്തം നിലയിൽ സംവിധാനം ചെയ്ത പിറവി, സ്വം, വാനപ്രസ്ഥം ഈ ചിത്രങ്ങൾ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു അംഗീകാരം കിട്ടിയ ലോക സിനിമയിലെ അപൂർവം സംവിധായകരിൽ ഒരാളാണ് ഷാജി N കരുൺ. വാണിജ്യ താൽപര്യങ്ങൾക്കപ്പുറം സിനിമയുടെ കലാമൂല്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. 7 വീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ അസാമാന്യ പ്രതിഭയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ, സിനിമയെ അടയാളപ്പെടുത്തിയ വിഖ്യാത കലാകാരന് വിട. ഇടവേള.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ ഭാഗങ്ങളിൽ മുറിച്ചിട്ടിരിക്കുന്ന മരത്തടികളും വിറകുകളും മെയ് 12 ലേലം ചെയ്യും. പങ്കെടുക്കുന്നവർ 1500 രൂപ നിരതദ്രവ്യം അടയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 048723344144. കേരള റിവർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കസ്റ്റഡിയിലെടുത്തതും ചേലക്കര പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ വാഹനങ്ങൾ ലേലം ചെയ്യുന്നു. അവകാശമുള്ളവർ പരസ്യം പ്രസിദ്ധപ്പെടുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ സബ് ഡിവിഷണൽ ആൻഡ് സബ് കളക്ടർ മുൻപാകെ ഹാജരായില്ലെങ്കിൽ ഈ വാഹനങ്ങൾ ലേലം ചെയ്യും. വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0472360100. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് 23rd തൃശൂർ സ്കൗട്ട് ഓപ്പൺ ഗ്രൂപ്പിന്റെയും 81st റേഞ്ചർ ടീമിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ട്രാഫിക് സൈൻ ബോർഡുകൾ ക്ലീൻ ചെയ്തു. ട്രാഫിക് SI VG ലീലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് ചെയർമാൻ OF ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജെയ്സൺ, സീനിയർ സ്കൗട്ട് മാസ്റ്റർ CI തോമസ് എന്നിവർ മുഖ്യാതിഥികളായി. അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ സ്കൗട്ട് VS ഡേവിസ് സ്വാഗതം ആശംസിച്ചു. സീനിയർ ഓവർമേറ്റ് ദീപു ഉണ്ണികൃഷ്ണൻ നന്ദി അറിയിച്ചു. മധുമിത, അനുമോൾ ചന്ദ്രൻ, ഹരിത സുരേഷ്, സനൽ എന്നിവർ നേതൃത്വം നൽകി. അതായത് വലിയൊരു കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് സാധാരണ പറയാറ്. ഈ ചെറിയ കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു. അതായത് പൂരത്തിന് വരുന്ന ആൾക്കാരെ പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ദിശാ ബോർഡുകൾ എത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ചെറിയ കാര്യം ഒരു ചെറിയ കാര്യമാണ് ചെയ്യുന്നെങ്കിലും അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്ന ആ ചെറിയ കാര്യം, പക്ഷെ അത് നമ്മുടെ ബുദ്ധിയിൽ അത് ഉദിച്ചില്ല, വലിയൊരു മനസ്സിൽ ആ ബുദ്ധി ഉദിച്ചില്ല. അപ്പൊ അവര് ആ ചെറിയ കാര്യം, അവരുടെ മനസ്സിൽ ഉദിച്ച ആ ചെറിയ കാര്യം, കുട്ടികളായാലും അത് ചെറിയ കാര്യമാണ് പറയുന്നെങ്കിലും അത് നല്ല കാര്യമാണെങ്കിൽ വലിയവരായ നമ്മളും കൂടി അത് ഏറ്റെടുത്ത് അതിന്റെ കൂടെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടികൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും. ബെറ്റ് വെച്ച് മദ്യപാനം, 21കാരന് ദാരുണ അന്ത്യം. സുഹൃത്തുമായി ബെറ്റ് വെച്ച് 5 കുപ്പി മദ്യം വെള്ളം ചേർക്കാതെ ഒറ്റയടിക്ക് അകത്താക്കിയ യുവാവാണ് മരിച്ചത്. കർണാടകയിലെ പൂജാരഹള്ളയിലാണ് സംഭവം. കാർത്തിക് എന്നു പേരുള്ള 21കാരനാണ് മരിച്ചത്. സുഹൃത്തുമായി 10,000 രൂപയ്ക്ക് ബെറ്റ് വെച്ച് സാഹസത്തിന് മുതിർന്നു. വെങ്കിട്ടറെഡ്ഡിയുമായി പന്തയം വെച്ച് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ 5 കുപ്പി മദ്യം അകത്താക്കി. ഞായറാഴ്ച രാത്രി
പന്തയം വച്ചതുപോലെ 5 കുപ്പി മദ്യം വെള്ളം ചേർക്കാതെ കുടിച്ചതിനു പിന്നാലെ യുവാവ് കുഴഞ്ഞു വീണു, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ചികിത്സകളോട് പ്രതികരിക്കാതെ മരണത്തിന് കീഴടങ്ങി. 1 വർഷം മുൻപാണ് വിവാഹം നടന്നത്. 9 ദിവസം മുൻപാണ് ഭാര്യ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഈ സംഭവത്തിൽ മുൽബാഗൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്രിക്കറ്റ് വാതുവെപ്പുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. സുഹൈൽ ഖാൻ, ഇർഫാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചയാളെ 11 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. ചാലക്കുടി മോതിരക്കണ്ണി മണപ്പുറം കുഴിക്കാടൻ വീട്ടിൽ ശിവനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. പിഴ ഒടുക്കിയാൽ അതിജീവിതയ്ക്ക് നൽകാൻ വിധിയിൽ വ്യവസ്ഥയുണ്ട്. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PA സിറാജുദ്ദീനാണ് ശിക്ഷ വിധിച്ചത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി. പ്രോസിക്യൂഷന് വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T ബാബുരാജ് ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ ചിത്തിര VR ഏകോപിപ്പിച്ചു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനിയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. വീട്ടിൽ വച്ചിരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും കത്തിച്ച് നശിപ്പിച്ച് 7 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയ കേസിൽ പ്രതി റിമാൻഡിൽ. ആല ദുർഗാനഗർ സ്വദേശി നാലുമാക്കൽ വീട്ടിൽ അക്ഷയ് എന്നയാളുടെ പോർച്ചിൽ വെച്ച ബുള്ളറ്റും സ്കൂട്ടറും കത്തിച്ച് നശിപ്പിച്ച സംഭവത്തിലാണ് ദുർഗാനഗർ സ്വദേശി ചൂരപ്പെട്ടി വീട്ടിൽ ഷാംജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ആല ഉത്സവത്തിനിടെ ഷംജിത്തും ശ്രീകുട്ടനും തമ്മിലുണ്ടായ തർക്കത്തിൽ അക്ഷയ് ഇടപെട്ടത് മൂലമുള്ള വൈരാഗ്യത്തിലാണ് പോർച്ചിലേക്ക് അതിക്രമിച്ചു കയറി നാശം വരുത്തിയത്. ഷംജിത്തിനെതിരെ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ വധശ്രമ കേസുണ്ട്. മതിലകം ഇൻസ്പെക്ടറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തെളിവെടുപ്പതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വ്യാജ ലഹരി കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടി. പോട്ട സ്വദേശി ബ്യൂട്ടി പാർലർ സംരംഭക ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ മുഖ്യപ്രതി എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസിനെയാണ് കൊടുങ്ങല്ലൂർ DVSP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയത്. ഷീല സണ്ണി ഈ കേസിൽ 72 ദിവസം ജയിലിൽ കിടന്നു. രാസപരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയില്ല. ഷീലയെ പിന്നീട് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മയക്കുമരുന്ന് കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്നതായി വ്യക്തമായത്. കേസിന്റെ അന്വേഷണത്തിൽ നാരായണദാസ് എന്നയാളും ലിവിയ ജോസിനെയും ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിന് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് ബാംഗ്ലൂരിലേക്ക് എത്തി നാരായണദാസ് ഒളിവിൽ താമസിച്ച സ്ഥലത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നാരായണദാസിനെ വിശദമായി ചോദ്യം ചെയ്തു. കുറ്റം സമ്മതിച്ചു. ഇദ്ദേഹത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI ജലീൽ, റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് SI പ്രദീപ്, സതീശൻ, CPO നിഷാന്ത്, ASI ബിനു, SCPO വിനോദ് കുമാർ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ആളൂരിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ റിമാൻഡിൽ. ആളൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ കോമ്പൗണ്ടിൽ വെച്ച് 5000 രൂപ ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വിരോധത്തിലാണ് കല്ലേറ്റുങ്കരയിൽ വടക്കേത്തലക്കൽ വീട്ടിൽ ഷാഹിൻ ഷായെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് തിരുത്തിപ്പറമ്പിൽ തച്ചനാടൻ വീട്ടിൽ ജയനെ ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അഫ്സൽ M അറസ്റ്റ് ചെയ്തത്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഫ്സലിനെ കൂടാതെ സബ് ഇൻസ്പെക്ടർമാരായ സാബു, സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലിജോ, ഹരികൃഷ്ണൻ, അരുൺ, അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പട്ടിക്കാട് പുതിയാപ്പുറത്ത് പരേതനായി ജോസഫ് ഭാര്യ അന്ന അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പട്ടിക്കാട് ഫൊറോന പള്ളിയിൽ. മക്കൾ അജി PJ, CPIM പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം അജിത, മരുമക്കൾ സിനി, ജോളി. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒല്ലൂർ MLAയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പാലീക്കര ടോൾ പ്ലാസയിലെ പിരിവ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം നിർത്തി. സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജിയൻ കരുൺ അന്തരിച്ചു.
ഭാരത് സ്കൗട്ട് ഗൈഡ് ടീം തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ട്രാഫിക് സൈൻ ബോർഡുകൾ ശുചീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.